back to maths tuition. നമുക്ക് ഈ രണ്ട് ക്വസ്റ്റ്യൻ നോക്കാം. The first, number of symmetric relations on 1, 2, 3, 4 which are not reflexive. അല്ലേ, സിമെട്രിക് ആയിരിക്കണം, അതേസമയം റിഫ്ലെക്സീവ് ആകരുത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇത്. The number of symmetric and reflexive relations. n എലിമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റിൽ നിന്ന് ഇത് ഇവിടെയാണ് 4 എലിമെൻറ്റ്സ് ഉണ്ട് അല്ലേ. ഈ ജനറലായിട്ട് നമ്മളൊരു ഫോർമുല എഴുതിയിട്ട് ഇതിൽ വരാം. The number of symmetric and reflexive relations on a set with n elements. ഫോർമുല എന്ന് എഴുതിക്കണം. റിഫ്ലെക്സീവ് ആൻഡ് സിമെട്രിക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതാണ് ഫോർമുല. n(2)n(n)(n-1/2). ഇവിടെയാണെങ്കിൽ 4 ഉണ്ട്. 4(3/2) നമുക്കത് അപ്ലൈ ചെയ്യാം. ഇനി നമ്പർ ഓഫ് സിമെട്രിക് റിലേഷൻസ്. ദ നമ്പർ ഓഫ് എന്നാണ് കേട്ടോ, നമ്പർ ഓഫ് സിമെട്രിക് റിലേഷൻ. അതിന് ഒരു ഫോർമുല ഉണ്ട്. 2n(n+1/2). നിങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്തോണം. ഇവിടെ നമ്പർ ഓഫ് സിമെട്രിക് ആൻഡ് റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ 2n(n)(n-1/2). നമ്പർ ഓഫ് സിമെട്രിക് റിലേഷൻസ് 2n(n+1/2). ഇവിടെ നമ്പർ ഓഫ് സിമെട്രിക് റിലേഷൻസ് ഇപ്പോൾ എത്ര വരും? സിമെട്രിക് റിലേഷൻസ്, the number of symmetric relations 2 here n is equal to 4, n(n+1/2), 4(5/2), 2 × 5 10, 2(10), that is 1024. Symmetric and reflexive. Symmetric and reflexive. 2n(n-1/2), 4(3/2), 2^6, 2^5 32, 2^6 64. ഇവിടെ സിമെട്രിക് ആയിരിക്കണം, എന്നാൽ റിഫ്ലെക്സീവ് ആൻസർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും? ഇത് നമുക്കിത് മൈനസ് ചെയ്താൽ മതി. 1024 മൈനസ് 64 960. Second question. f of x plus y is equal to f of x plus f of y. ഇങ്ങനെയാണ് നമുക്ക് എഫ് എക്സിനെ നമുക്ക് എന്ത് എഴുതാം? സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ്. ഇവിടെ എഫ് ഓഫ് 1/5 ഇംപ്ലൈസ് m(1) ഈസ് ഈക്വൽ ടു 1/5. നമുക്കപ്പോൾ എഫ് എക്സ് എങ്ങനെ ചേഞ്ച് ചെയ്യാം? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1/5 ഇൻറ്റു എക്സ്, അല്ലെങ്കിൽ x/5. ഇനി എന്താ കണ്ട്? വി ഹാവ് ടു ഫൈൻഡ് m. സിഗ്മ n ഈസ് ഈക്വൽ ടു (1 to m) f of n by n into n+1 into n+2 1/12. Here f of x 1/5x അല്ലെങ്കിൽ x/5. സിഗ്മ n is equal to 1 to m. f of n നമുക്ക് എങ്ങനെ എഴുതാം? 1/5n. n into n+1 into n+2
ദാറ്റ് ഈസ് 1/12. n ക്യാൻസൽ. 1/5 നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. n ഈസ് ഈക്വൽ ടു 1 to m. 1/n+1 ഇൻറ്റു n+2 നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ LCM എടുക്കുമ്പോൾ n+2 മൈനസ് ഓഫ് n+1 എന്ന് പറയുമ്പോൾ 1 വരും. ഇനി നമുക്കിതിൽ 1 to m സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/5 ഇൻറ്റു വിതിൻ ദ ബ്രാക്കറ്റ് ഫസ്റ്റ് 1 + 1 2 minus 1/3 then 2 1/3 minus 1/4 1/3 plus 1 4 minus 1/5 plus etc. 1/m+1 minus 1/m+2. ഇപ്പോൾ ഫസ്റ്റിൽ -1/3, ഇപ്പോൾ അടുത്ത ടേമിൽ +1/3 വന്നുകൊണ്ടാണ് ഇവിടെ ക്യാൻസൽ ആയത് അല്ലേ. ഈ ടേം ക്യാൻസൽ ആവണമെങ്കിൽ ഇനി ഒരു ടേം വേണം, പക്ഷേ ഇവിടെ ലാസ്റ്റാണ്. നമുക്ക് ഏതൊക്കെ ടേം വരും? ബാക്കിയെല്ലാം കട്ടായിട്ട് 1/2 മൈനസ് ദറ്റ് ഈസ് ഈക്വൽ ടു 1/2. ദറ്റ് ഈസ് 1/5 ഇൻറ്റു 1/2 മൈനസ് 1/2. ടേക്കിംഗ് LCM 2 ഇൻറ്റു m+2. m+2 minus 2 that is m. 2 12 cancel, 5 cross multiply ചെയ്യാം. അല്ലെങ്കിൽ 6m is equal to 5m plus 10. 6m minus 5m m, that is m is equal to 10. അതാണ് ആൻസർ. m is equal to 10. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കുട്ടികളോടും താങ്ക്സ്.